പിടിച്ചോളാം. വന്ന് മോനിക്കുട്ടനെ ട്യൂഷന് കൊണ്ടുപോയിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ പോയി അമ്മയുടെ ഒക്കെ പോയി ചോറും പിന്നെ എന്തുവാ മത്തിത്തോരൻ രസം എടുത്തോണ്ട് രസം അമ്മ ഉള്ളിൽ എടുത്ത് എനിക്ക് എല്ലാം കൂടി കൊണ്ടുവരാൻ പാടായിരുന്നു. ചോറിപ്പം പോയ ചോറ്, കാന്താരി ചമ്മന്തി, മത്തിത്തോരൻ, കാന്താരി ചമ്മന്തി അരച്ചത് അമ്മ ഇന്നും പച്ച ഏത്തക്ക ഇന്നലെ എടുത്തോണ്ട് പോയി പുഴുങ്ങി കേട്ടോ. ബാക്കിയെല്ലാം ഇരുന്ന് പഴുത്തത് ഇവിടെ കാരണത്തിരിപ്പുണ്ട്. പിന്നെ അരി അരച്ചു. നാളെ കുഞ്ഞിനപ്പം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പാലപ്പം ഉണ്ടാക്കാം, എന്തെങ്കിലും ഒന്നേരത്തെ പരുവം പോലെ. കവറിനകത്തിട്ട് വെച്ചേക്കുമായിരുന്നു കണ്ടോ, എല്ലാം പഴുത്തു കണ്ടോ. ഇനിയും കുറച്ച് ജാനിക്കുട്ടിക്കും കുഞ്ഞോനും കൊടുക്കണം, ഉമ്മയ്ക്കും. മോനിക്കുട്ടനെ ട്യൂഷന് വിടേണ്ടിയത് കൊണ്ട് ഞാൻ നേരെ ഇങ്ങ് പോരും. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ വരുമ്പോഴത്തേക്ക് താമസിക്കുവേ. ജാനിക്കുട്ടിയുടെ അവിടെ കയറത്തില്ല ഇപ്പം. പിന്നെ എന്താ പറയുന്നത്, രാവിലത്തെ സ്കൂളിൻ്റെ സമയവും ഓട്ടോയുടെ സമയവും മാറ്റിയേ. സ്കൂളിൻ്റെ സമയമല്ല, സ്കൂൾ ഓട്ടോയുടെ സമയം മാറ്റി. നേരത്തെ 9:30 ആകുമ്പോഴായിരുന്നു സ്കൂൾ ഓട്ടോ വരുന്നത്, ഇപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേക്കണം. പിന്നെ എന്താ, ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന 2 പേര് വന്നായിരുന്നു. നേരത്തെ എൻ്റെ അടുക്ക വന്ന് മിണ്ടിയതാണ്. എൻ്റെ നല്ല സ്വഭാവം കൊണ്ട് ഞാനങ്ങ് മറന്നുപോയി. പിന്നെ അമ്മക്കിളി അല്ലേന്ന് ചോദിച്ചു. പിന്നെ ഒരു മോള് വന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വന്നു. നമ്മൾ ഷോപ്പിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നുണ്ട്. അവിടുത്തെ പ്രിൻ്റർ പഴയ പ്രിൻ്ററായിരുന്നു. അത് എന്താ പറയുന്നതെന്നറിയാമോ, നമ്മുടെ ഈ എന്തുവാ മിലിറ്ററിയുടെ ഒക്കെ ബില്ല് സബ്മിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബില്ല് കൊണ്ടുപോയിട്ട് പഴയ പ്രിൻ്റർ ആകുമ്പം ഇല്ല അധികം തെളിയാതൊക്കെ വന്ന ബില്ലെല്ലാം റിജക്റ്റായി. അപ്പോൾ ഞാനിവിടെ മെഡിസിൻ കൊണ്ട് കൊടുക്കുന്ന ഒരു കസ്റ്റമറുണ്ട്. അപ്പോൾ ആ അമ്മാമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ബില്ല് അതുപോലെ അവർ റിജക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ മെഡിസിനുമായിട്ട് ചെന്നപ്പോൾ അമ്മമ്മ എന്നോട് പറഞ്ഞു ആ ബില്ലെല്ലാം റിജക്റ്റായി, അങ്ങനെ ഇങ്ങനെ കുറേ എമൗണ്ടിൻ്റെ ഉണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കങ്ങ് വിഷമവും തോന്നി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വഴക്കിട്ടി പ്രിൻ്റർ മാറ്റിയേ പറ്റത്തുള്ളൂ, അവരുടെ ബില്ലെല്ലാം റിജക്റ്റായി, ഇത് നല്ലല്ലാത്ത പ്രിൻ്റർ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കിട്ട് അങ്ങനെ പോയി പ്രിൻ്റർ വാങ്ങിച്ച്. അപ്പം പുതിയ പ്രിൻ്റർ ആയപ്പം അതിനകത്ത് നമുക്ക് ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പം അവിടെ ഫോട്ടോ കോപ്പിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ ഇപ്പോൾ ഇന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോള് വന്നപ്പോൾ തൊട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഞാനായിട്ട് എങ്ങനെ കയറി ചോദിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഞാനും ഇങ്ങനെ നോക്കി. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തിനോട് ചോദിച്ചു, ചേച്ചി ഞാൻ എങ്ങോട്ടൊക്കെയോ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ മിണ്ടിയിട്ട് പോയി. പിന്നെ അങ്ങനെ കുറേ പ്രിയങ്ങളെ കണ്ടു കേട്ടോ. വീഡിയോസൊക്കെ കാണുന്നവരാണ്. അപ്പം പിന്നെ നേരത്തെ വന്ന് പരിചയപ്പെട്ട 2 പേര് വന്നിട്ട് പോയി. അങ്ങനെ കുറച്ച് പേരെയൊക്കെ ഇന്ന് കണ്ടു കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ഇട്ടിരുന്നത്. ഞാനിപ്പോൾ നൈറ്റിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ അതാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളത്. ടോപ്പ് കളക്ഷൻസൊക്കെ എടുക്കണമെന്നുണ്ട്, നോക്കട്ടെ കേട്ടോ. അപ്പം ഇന്നിനിയിപ്പം അടുക്കളയിൽ പണിയൊന്നുമില്ല എന്നുള്ളതിൻ്റെ പ്രിയങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായല്ലോ. അപ്പം ഇന്നെനിക്ക് കുറച്ച് ജോലികളല്ലാത്തതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ ചോറും മത്തിത്തോരനും രസവും ഏത്തക്ക പിഴിഞ്ഞതും കാന്താരി ചമ്മന്തിയും ഉണ്ട്. അതുപോലെയായോ? അത് തന്നെ ധാരാളം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒരാൾ വന്ന് വർക്കൊക്കെ നോക്കിയിട്ട് പോയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കാര്യം ആലോചിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ
കുറേ കാര്യങ്ങൾ ഉണ്ട് നമുക്ക് ഈ ഒരു 2 മാസത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ. അപ്പോൾ അന്നേരം പറ്റുമെന്നുണ്ടെങ്കിൽ തുടങ്ങത്തുള്ളൂ, അതൊക്കെ ചെയ്യിക്കത്തുള്ളൂ. തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ പ്രൊജക്റ്റൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് നമുക്ക് വലിയൊരു ഭാരമാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തോളാം. എൻ്റെ പ്രിയങ്ങളോട് ഞാൻ ഇന്നലെ ഞാനൊക്കെ ആ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു. കാരണം എന്താ വെച്ചാൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയാമോ, ഈ പുതിയ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അത് നമുക്ക് വരുമ്പോൾ ഭയങ്കര അലർജി ഉണ്ടാക്കുക. അത് പ്രത്യേകിച്ച് മോനിക്കുട്ടൻ അലർജി ഉണ്ട്, അമ്മയ്ക്ക് അലർജി ഉണ്ട്, എനിക്ക് അലർജിയുടെ കേന്ദ്രമാണ് ഞാൻ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലും പനിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോനിക്കുട്ടനാണെങ്കിൽ ചുമ തുടങ്ങും. അപ്പം നമ്മൾ ഈ മെറ്റീരിയലെല്ലാം കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ കിടക്കുന്ന റൂമിൽ മോനിക്കുട്ടൻ്റെയും മുത്തിൻ്റെയും അവിടെ അവരുടെ അലമാരിയിലും ഒക്കെയാണ് ഇപ്പം സൂക്ഷിക്കുന്നത്. അപ്പോൾ അതത്ര സേഫ് അല്ല. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു സ്പേസ് വേണം. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് റെഡിയാക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നമുക്ക് ഒരു റൂം സെപ്പറേറ്റ് ഇറക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. സൗകര്യങ്ങളില്ലെന്നല്ല, അങ്ങനെയുള്ള അതിനുള്ള ഒരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ഉള്ള സൗകര്യത്തിൽ നമ്മൾ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം അത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് പിന്നത്തേക്ക് മാറ്റി വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താം എന്നാണ് എൻ്റെ വിചാരം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ അവർ വന്നെല്ലാ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടൊക്കെ പോയി. കാരണം ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഇറക്കി വെക്കാനൊരു സ്പേസ് ഇല്ല. ഇപ്പം മുത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 2 വീലർ നമ്മുടെ മുറ്റത്തോട്ട് ഇറക്കി വെക്കാൻ പറ്റത്തില്ല. ഞാൻ അമ്മയുടെ അടുത്താണ്, അവിടെ കൊണ്ടാണ് വണ്ടി വെച്ചിട്ടാണ് ഇങ്ങോട്ട് നടന്നു വരുന്നത്. പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പാഴ്സൽ അയക്കാനുള്ളതെല്ലാം എടുത്ത് അവിടെ വരെ നടന്നു പോകാൻ കുറച്ചേ ഉള്ളൂ. പക്ഷെ അവിടെ വരെ നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ മുറ്റത്താണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വെക്കാം, അത്രയും നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അതുമല്ല, എന്നും എൻ്റെ പ്രിയങ്ങൾ കാണുന്നില്ല, എന്നും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ. അപ്പോൾ ആരോ എന്നോടൊരാൾ പറഞ്ഞായിരുന്നു, മാസത്തിലൊരിക്കൽ മേടിക്കുന്നതിന് അല്ലേ നല്ലതെന്ന്. ഞാൻ എന്നും നമുക്ക് പാല് അല്ലാതെ നമ്മൾ പാക്കറ്റ് പാലാണ് മേടിക്കുന്നത്. അപ്പോൾ പാല് മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ എന്നും കയറിയേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അന്നേരത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറേശ്ശെ ഇങ്ങ് മേടിക്കും. ഒന്നിച്ച് മേടിച്ച് വെക്കുമായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എല്ലാവരും ഇവിടെ ഉള്ളപ്പം ഒന്നിച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വെക്കുമായിരുന്നു ചെയ്യുന്നത്. ഡെയിലി ഞാൻ പോയി അങ്ങ് മേടിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ എത്ര വിചാരിച്ചാലും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഇതുപോലെ ഒന്നിച്ച് വാങ്ങിച്ച് വെക്കാത്തത്. അത് മാത്രമല്ല, കുറേ സാധനങ്ങളൊക്കെ ഇരുന്ന് കേടാകും. ഇവിടെ ആരും ഇല്ല, ഞാനും മോനിക്കുട്ടനും അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞപ്പം നമ്മൾ ഒന്നിച്ച് മേടിച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ കേടാകാനൊക്കെ തുടങ്ങിയപ്പം ഞാൻ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുമായിട്ട് വരുമ്പോഴാണെങ്കിലും ഞാൻ അതും കൊണ്ട് ഇങ്ങോട്ട് നടക്കണം, ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം കൂടെ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എസ്റ്റിമേറ്റ് അറിഞ്ഞിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. നമ്മുടെ വീടിൻ്റെ ടെറസ് റോഡ് ലെവലിലാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കത്തില്ല, നമ്മുടെ കൈവിട്ട് പോവും. അതൊരു പേടിയുണ്ട്, നോക്കട്ടെ. അപ്പം ഞാൻ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. 7:30 കഴിയുമ്പോഴത്തേക്ക് പോയി മോനിക്കുട്ടനെ വിളിക്കണം. അതിന് മുമ്പ് കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുള്ളതൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുളിയും ജപമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കുന്നേ, ഞാനിത് കഴിക്കുക. ഒരു കഷ്ണം എടുത്തു കേട്ടോ. കാന്താരി ചമ്മന്തി കണ്ടാൽ എനിക്ക് പിന്നെ വേറെ ഒരു രക്ഷയില്ല. ഇതിൻ്റെ കൂട്ടത്തിലുള്ളവരാണ് ഇപ്പം പഴുത്ത് തുടുത്തോടിയിരിക്കുന്നത്. നാളെ മുതൽ ചിലപ്പം ഏത്തയ്ക്കാപ്പം, ഏത്തയ്ക്കളി, പിന്നെന്തുവാ, ഇനി ഏത്തപ്പഴം തീരുന്നത് വരെ അതുകൊണ്ടുള്ള പരളിയായിരിക്കും. സൂപ്പറായിരുന്നു കേട്ടോ. കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കണം, വന്നിട്ട് തിളപ്പിക്കാം. മോനെ വിളിച്ചോണ്ട് വന്നിട്ടേ. അയ്യോ, നല്ല ചമ്മന്തിയായിരുന്നു. കാർക്കൂന്തലൊക്കെ അഴിച്ച്
കെട്ടി വെക്കട്ടെ. അയ്യോ, മുടിയൊക്കെ ഉള്ള സമയത്ത് എന്തൊരു മടിയായിരുന്നു മുടി കോതാനും ഒതുക്കി വെക്കാനും ഒക്കെ. ചെടയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് വലിച്ചു പറിച്ച് കളയുമായിരുന്നു, മുടി കണ്ടി ചുവ കളയുമായിരുന്നു. എന്തൊരു അഹങ്കാരമായിരുന്നു എന്നറിയാം. ഇപ്പം മുട്ടച്ചിയായപ്പോൾ മുടിയില്ലേന്ന് പറഞ്ഞ് കരച്ചില്ല. മോനുകുട്ടനെ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മുടിക്ക് നല്ല നീളം വെച്ച് കേട്ടോ. ആ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കൊണ്ട മോനെ അർമാദിച്ച് കഴിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു മനസ്സിൽ. മുത്തിൻ്റെ കാര്യം ഞാൻ എപ്പോൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. മുത്തിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പേടിയും ആദിയും ആവലാതിയും എന്തുമായിരുന്നു. അയ്യോ, ഞാൻ അനുഭവിച്ച സ്ട്രെസ് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴാണ് എല്ലാവരും അതിനെപ്പറ്റിയൊക്കെ ഓപ്പണായിട്ട് പറയാൻ പറ്റും. അന്നൊന്നും നമ്മളോട് ഒരു വാക്ക് പോലും ഒരു മനുഷ്യർ ചോദിക്കത്തില്ല, എന്താ പ്രശ്നം, എന്തെങ്കിലും വിഷമമുണ്ടോ, എപ്പോഴും മുഖം മൂർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമോ എന്നൊക്കെ ചോദിക്കും. അത് മാത്രം കാണും. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താ പറയുക, ആദ്യത്തെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമവും ഇതിനെ നമുക്ക് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത, പിന്നെ പ്രത്യേകിച്ച് ഡെലിവറിയെ പറ്റിയുള്ള കുറേ എന്താ വേദനിക്കുമെന്നൊക്കെയുള്ള ആ ഒരു എന്താ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കുറച്ച് കാര്യം, അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങി എൻ്റെ കുഞ്ഞിനൊരു സ്വസ്ഥതയും സമാധാനം അനുഭവിച്ചിട്ടില്ല. പക്ഷെ മോനിക്കുട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. എന്ത് വന്നാലും റെഡി ആയിട്ട് അനുഭവിക്കാൻ തയ്യാറായിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് എത്ര വേദന വന്നാലും എന്തൊക്കെ വേദന വന്നാലും ശരി, ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എല്ലാത്തിനും തയ്യാറായിട്ട് നമ്മളിങ്ങനെ ജഗജില്ലാടിയായിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിന്. അതുകൊണ്ടൊക്കെ ആയിരിക്കും മുടിയൊക്കെ വളർന്ന് ഭയങ്കര ഉള്ളൊന്നുമില്ല, പക്ഷെ നല്ല നീളമായിരുന്നു അപ്പോഴത്തേക്ക് മുടിയായപ്പോൾ. പിന്നെ ഡെലിവറിയും കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒക്കെ നീളം വെച്ച് നല്ല അടിപൊളിയായിട്ട് പിന്നെ നീളത്തിൽ അങ്ങോട്ട് ഇട്ട് എല്ലാം തദൈവ. അത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം അല്ലേ. മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരട്ടെ. മോനിക്കുട്ടിനെ വിളിച്ച് വണ്ടി അവിടെ കൊണ്ട് വെച്ചിട്ട് അമ്മയെ വിളിച്ചോണ്ട് വരാം. ഓക്കേ. അത് കണ്ടോണ്ട് അതിന്റെ പുറത്തോട്ടൊന്നും ഇരിക്കാൻ തോന്നുന്നു. TV അടിച്ചു പോയെന്ന് തോന്നുന്നു. അത് അയ്യോ സ്വിച്ച് ടിവിയുടെ അതെല്ലാം ഒന്നും ചെയ്യണ്ടേ. ടിവിയുടെ റിമോട്ട് എന്ത് ഓണാക്കി നോക്ക്. പിന്നെ എങ്ങനെയാ നിങ്ങൾ TV വെച്ചോണ്ടിരുന്നത്? ഇത് മാറ്റുന്ന റിമോട്ടാ. വേറെന്താ ചോറേ ഉള്ളു. എവിടെ കൊണ്ട് വെക്കാനാ ഇതൊക്കെ? ഞാനില്ലേ ആന്നേ എടുത്തോണ്ട് വന്നോ ചോക്ക്? എവിടെ കൊണ്ട് വെക്കാനാ ഇതെല്ലാം കൂടി? ഇനി എന്തോ അണ്ണ കണ്ടുപിടിച്ചോളൂ അങ്ങ്. ഒളിപ്പിച്ചു നോക്കുന്നത് മൊത്തം കൂടെ എടുത്ത് ഒന്നിച്ച് കഴിക്കുന്നുണ്ടല്ലോ. വിശക്കണൂന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാക്കറ്റ് ചോക്കോസൊക്കെ തിന്നാൻ പറ്റൂ. എന്നിട്ട് അത് പകുതി പാല് ഒഴിച്ച് കളഞ്ഞ്, അത് കളയാതിരിക്കാനാ കുറേശ്ശെ തരാൻ വേണ്ടിയാണ് മാറ്റി വെച്ചേക്കുന്നത്. അല്ലാതെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിനക്ക് കുറേ ഞാൻ ചോക്കോസ് കഴിക്കുവോ? ചോക്കോസ് ഞാൻ കഴിക്കുവോ? മോനുകുട്ടന് വിശക്കുന്നു, ഭ്രാന്ത് പിടിക്കുന്നു, വിശന്നു. വെള്ളം തിളപ്പിക്കാൻ ഗ്യാസേല് ഓണാക്കി വെച്ചിട്ട് അവിടെ പോയിരുന്നു, മറന്നുപോയി. അത് തിളച്ച് മുക്കാൽ ഭാഗമായി. മോനുകുട്ടൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടത്. കൈ പൊള്ളിക്കരുത്. ചോറും അടച്ചുപോയി നിറച്ചുകൊണ്ടായിരുന്നു. വെള്ളമോ?
ആ അതെനിക്കറിയില്ല പുതിയ പരിപാടി. കരിച്ച് ഇച്ചിരി വേണം വെള്ളം. വാ രസവും മീൻതോരനോ ഇന്ന്. എന്ത് എന്റെ പേന എന്തി പേനയുടെ ക്യാമറ ഉണ്ട്. അപ്പൊ പോയി നോക്കും, ഇരുന്നടുത്ത് പോയി നോക്കി എഴുതിയത്. വിളമ്പട്ടെ? മീൻകറി ഉണ്ട്, മീൻകറി. അമ്മ ചുരിദാർ തയ്ച്ച നല്ലതായിരുന്നു, ആ കളർ നല്ല രസമാണ്. പീകോക്ക് ബ്ലൂ. എന്തുവാ നോക്കുന്നേ അവിടെ ഇത്? എന്തുവാ ആ അവിടെ അമ്മ വരുമ്പോ നിങ്ങൾ ഓടി വന്നിരുന്ന് കളിക്കുന്ന കാര്യവും പിള്ളേര് വേണ്ട അമ്മമ്മക്ക് മീൻ തോരൻ വേണ്ട. മീൻ കറി അമ്മമ്മയ്ക്ക് എടുത്ത് വെച്ചേക്കുന്ന മീൻ കറി, ആ തോരൻ അമ്മയ്ക്ക് വെച്ചേ. സീരിയൽ വെക്കുമ്പോ പറയാണ്ട് പിന്നെ മാളിച്ചേച്ചിയുടെ അമ്മയാ, അത് മാളിച്ചേച്ചിയാ. ആണ് സുചേച്ചി, സുചേച്ചി ചിരിക്കുന്ന പോലെ തന്നെ. അവരുടെ പേരെന്ത്? ഏത് സീരിയല്? എന്തുവാണ് അല്ല ഹോസ്റ്റൽ മഞ്ജു. കോൺസ്റ്റബിൾ മഞ്ജു. കോൺസ്റ്റബിൾ മഞ്ജു. ഹോസ്പിറ്റലിലെ മഞ്ജു. കോൺസ്റ്റബിൾ മഞ്ജുവിനകത്ത് സുചേച്ചിയുടെ കൂട്ടിരിക്കുന്ന ഒരാളുണ്ട്. എന്തുവാ കേൾക്കണം. സുചേച്ചി തന്നെ. കുഞ്ഞാറ്റ കുഞ്ഞാറ്റ അതിനകത്ത് അവരുടെ പേര്. ചോറുണ്ടോ? ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ഒന്നും കഴിച്ചില്ല, വിശപ്പില്ല. രാവിലെ പുട്ടുണ്ടാക്കി. കൈ മുറിഞ്ഞു. കൈ മുറിഞ്ഞിരിക്കുക. അതിന്റെ സ്പൂണ് വെച്ച് കൈ മുറിഞ്ഞ അമ്മയുടെ. കണക്കൊക്കെ ശരിയാവുന്നുണ്ടോ? ചോറുണ്ടോ? ആ അമ്മ ഏതാണ് ചോദിക്കുന്നത് ഷാജിയോട്? ചോറുണ്ടോന്ന് ചോദിച്ചത്. ശരിയാ, അപ്പനും അമ്മയും മുട്ട കഴിക്കേണ്ട സമയം കേട്ടോ. കൊച്ചറന്തിയെ ആ നമ്മുടെ വീട്ടിലാണ്. അപ്പൊ അമ്മ പറഞ്ഞ് ഞങ്ങള് കല്യാണം നടത്തുന്നത് നടത്തുന്നുണ്ട്. അപ്പൊ അവര് കൊണ്ടിടാം, ഇവര് വരും മുതലേ കൊണ്ടിടാം. ഈ 8-ാം തീയതി. അതിന് 2-ാം തീയതി പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? 2-ാം തീയതി. ഓ ഏതെങ്കിലും ഒന്നും പറയണ്ട. ഫെബ്രുവരി. അതെനിക്ക് മനസ്സിലായി. സുചേച്ചി വിളിച്ച സമയം കൊണ്ട് രണ്ടുപേരുടെയും കഴിപ്പ് കഴിഞ്ഞു. ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഞാൻ കഴിക്കാൻ പോകും.
അമ്മയ്ക്ക് മത്തിത്തോരൻ മോനിക്കുട്ടൻ വിളമ്പി. അമ്മയ്ക്ക് അത് വേണ്ടായിരുന്നു. നമുക്ക് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മീൻകറിയും രസവും കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ ആ പ്ലേറ്റിൽ വിളമ്പിയത് മോനിക്കുട്ടൻ എൻ്റെ പാത്രത്തിലെടുത്ത് വെച്ചു. ഇനി ഞാൻ ഇച്ചിരി ചോറും പിന്നെ രസം, അമ്മ വെച്ച രസമാണ്, എൻ്റെ മടിച്ച രസമല്ല. പിന്നെ ഇത് തോരൻ്റെ പീര, ഇതെനിക്കിഷ്ടമാണ്. അതിനകത്ത് ചീമപ്പുളിയൊക്കെ ഉണ്ട്, അതും കൂട്ടി കഴിക്കും. സ്വന്തം കാന്താരി ചമ്മന്തി. അയ്യോ, ഒരു കഷ്ണം ഏത്തക്കായും കൂടി ഇരിപ്പുണ്ട്, അതും കഴിക്കാൻ പോയാം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ്. എന്നത്തെ പോലെ എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു, എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അപ്പോൾ മത്തിത്തോരനും രസവും കോമ്പിനേഷൻ ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ഇടുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കഴിക്കട്ടെ, നാളെ കാണാം. ടാറ്റാ, ഓക്കെ, ബൈ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.